ചരിത്രത്തിലെങ്ങും സൈനിക ശക്തിയുടെ പ്രദർശനം ശക്തിയുടെയും ആധിപത്യത്തിന്റെയും സൂചനയായിരുന്നു. എന്നാൽ ബെയ്ജിംഗിൽ നടന്ന ചൈനയുടെ സൈനിക പരേഡ് കേവലം ആയുധങ്ങളുടെ പ്രദർശനത്തിനപ്പുറം ആധുനിക യുദ്ധതന്ത്രങ്ങളെ നിർവചിക്കുന്ന ഒരു പുതിയ തരംഗത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യയെ സൈനിക തന്ത്രങ്ങളുമായി സംയോജിപ്പിച്ച് ഭാവിയിൽ എങ്ങനെയാകും യുദ്ധങ്ങൾ എന്ന് ലോകത്തിന് മുന്നിൽ ഒരു നേർക്കാഴ്ച നൽകി. 2050ഓടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമായി മാറാൻ ലക്ഷ്യമിടുന്ന ചൈന എഐയെ ഒരു യുദ്ധസാധ്യതയായി മാത്രമല്ല, ഭാവിയിലെ ആഗോള ആധിപത്യത്തിനുള്ള ഒരു ആയുധമായി തന്നെ കാണുന്നു. ചൈനയുടെ തലസ്ഥാനമായ ടിയാനൻമെൻ സ്ക്വയറിൽ നടന്ന ഈ പരേഡിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സൈനിക ഉപകരണങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഹൈപ്പർസോണിക് കപ്പൽ, വിരുദ്ധ മിസൈലുകൾ, ആണവശേഷിയുള്ള ഭൂഖണ്ഡാനന്തര മിസൈലുകൾ, മുങ്ങിക്കപ്പൽ, ഡ്രോണുകൾ കൂടാതെ AI നിയന്ത്രിത റോബോട്ടിക് നായകൾ പോലും പരേഡിന്റെ ഭാഗമായിരുന്നു. ഈ ആയുധങ്ങൾ ചൈനയുടെ സൈനിക ശക്തിയിലെ കുതിച്ചുചാട്ടം എത്ര വലുതാണെന്നും സൂചിപ്പിക്കുന്നു. ഇതിൽ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഗുവാം കില്ലർ എന്ന മിസൈൽ പസഫിക്കിലെ തന്ത്രപ്രധാനമായ ശക്തി കേന്ദ്രങ്ങൾക്കെതിരെയുള്ള ചൈനയുടെ ഭീഷണി വിളിച്ചു പറയുന്നു. പരേഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യരില്ലാതെ പ്രവർത്തിക്കുന്ന AI നിയന്ത്രിത ആയുധങ്ങളുടെ പ്രദർശനം.